നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിനത്തിൽ ട്രൈകളർ ട്രിവിയ, ക്യൂസ് മത്സരവുമായി KCYM നെല്ലിയോട് യൂണിറ്റ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി KCYM നെല്ലിയോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധാമലോത്ഭവ മാതാ ദേവാലയത്തിൽ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന ക്ലാസ്സിലെ കുട്ടികൾക്കായി ട്രൈകളർ ട്രിവിയ എന്ന പേരിൽ റിപ്പബ്ലിക് ഡേ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. ജനുവരി 26 ഞായറാഴ്ച ഇടവക വികാരി ഫാദർ വിജിൽ ജോർജ്, സിസ്റ്റർ ആനിമേറ്റർ സിസ്റ്റർ ക്രിസ്റ്റീന എന്നിവരുടെ നേതൃത്വത്തിൽ മത്സരം നടന്നു. ദേശീയ ദിനാഘോഷങ്ങളുടെ താത്പര്യവും രാജ്യസ്നേഹത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ചേരുവകളോടെയുള്ള ഒരു പാഠമായാണ് ക്വിസ് സംഘടിപ്പിച്ചത്. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജൂബിലി ആഘോഷങ്ങൾക്ക് പുതുക്കുറിശി ഫൊറോനയിൽ തുടക്കമായി. ആഗോള കത്തോലിക്ക സഭയിൽ 2025 വർഷം ജൂബിലി വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 26 ആർച്ച് ബിഷപ്പ് തോമസ് ടി നെറ്റോ പിതാവിന്റെ അധ്യക്ഷതയിൽ പുത്തൻതോപ്പ് ഇടവകയിൽ വെച്ച് പുതുക്കുറിച്ചി ഫൊറോനയിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അഭിവന്ദ്യ മെത്രാപ്പോൽത്ത വൈദികരുടെയും ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ജൂബിലി പതാക ഉയർത്തി തദവസരത്തിൽ ജൂബിലി ഗാനം മുഴങ്ങി. തുടർന്ന് തോമസ് ടി നെറ്റോ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി സാമൂഹ്യ ശുശ്രൂഷ പാളയം ഫൊറോന. തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ പാളയം ഫൊറോന മദ്യം പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ പുന്നയ്ക്കാമുകൾ ഇടവകയിൽ സംഘടിപ്പിച്ചു. മദ്യം പരിസ്ഥിതി കമ്മീഷൻ കോർഡിനേറ്റർ ശ്രീമാൻ എബി മാത്യു അധ്യക്ഷനായ യോഗത്തിൽ ഇടവക വികാരി ഫാദർ തോമസ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഉപവിപ്രവർത്തനം നടത്തി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കുന്നുംപുറ ഇടവക യുവജനങ്ങൾ. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുന്നുംപുറ നിത്യസഹായ മാതാ ദേവാലയത്തിലെ യുവജനങ്ങൾ ഉപവിപ്രവർത്തനം ചെയ്തുകൊണ്ട് യുവജന സമൂഹത്തിന് മാതൃകയായി. വിവിധങ്ങളായ സ്രോതസ്സുകൾ വഴി സമാഹരിച്ച തുക ഉപയോഗിച്ച് RCCയിലെ 250 പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ഷാജു വില്യമിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രവർത്തനത്തിലൂടെ യുവജനങ്ങൾ ജൂബിലിയുടെ പൊരുളറിഞ്ഞ് പ്രത്യാശ പകരുന്നവരായി. വചനവാചാരണത്തിന് തുടക്കം കുറിച്ച് കുന്നുംപുറം ഇടവക. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കുന്നുംപുറം നിത്യസഹായ മാതാ ദേവാലയത്തിൽ 100 മണിക്കൂർ നീളുന്ന തിരുവചന മണിക്കൂർ ആചരിച്ചു. വചനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനായി വചന പ്രതിഷ്ഠയോടെയും ഇടവകജനം മുഴുവൻ ബൈബിൾ വണങ്ങിയും ദിവ്യബലിയിൽ പങ്കുചേർന്നുകൊണ്ടാണ് വചനവാരത്തിന് ആരംഭം കുറിച്ചത്. ഇടവക വികാരി ഫാദർ ഷാജു വില്യം പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പഴയ നിയമം മുഴുവൻ വായിക്കുന്നതിനായി ദൈവജനത്തെ ഒരുക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും ചെയ്തു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടി പ്രതിഷേധാർഹം. KCBC വിദ്യാഭ്യാസ ജാഗ്രതാ കമ്മീഷനുകളുടെ സംയുക്ത പ്രസ്താവന. ക്രൈസ്തവ പിന്നാക്കാവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് JB കൗശിക് കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം കൂടുതൽ പഠന സഹായങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന കാലത്ത് തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതി തുക ഗണ്യമായി വെട്ടിക്കുറച്ച സർക്കാർ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സഹായമായി ലഭിക്കേണ്ട 7 കോടിയോളം രൂപയാണ് നഷ്ടമാകുന്നത്. ഇതിനകം അപേക്ഷ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെടാനും ഈ അപ്രതീക്ഷിത തീരുമാനം വഴിയൊരുക്കും. വികാസ് നഗർ ഇടവകയിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. പേട്ട ഫൊറോനയിലെ വികാസ് നഗർ ഇടവകയിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. ഇടവക വികാരി ഫാദർ ജൂലിയസ് സാവിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫൊറോന വിദ്യാഭ്യാസ ആനിമേറ്റർ ശ്രീമതി ശോഭ സ്റ്റുഡൻസ് ഫോറത്തിന്റെ ലക്ഷ്യങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് വിവരിച്ചു. പ്രീ പ്രൈമറി തലം മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പഠനത്തിൽ കൂടുതൽ താല്പര്യമുള്ളവരും ലക്ഷ്യബോധത്തോടെ പഠിച്ച് മുന്നേറുന്നവരുമാക്കുവാൻ വേണ്ട പ്രേരണയും പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുക എന്നതാണ് സ്റ്റുഡൻസ് ഫോറത്തിന്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.